ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് CPM-ന്റെ കേരളത്തിലെ പ്രചരണ വാചകം ഇങ്ങനെയായിരുന്നു: ഇടതില്ലെങ്കിൽ പിന്നെ ഇന്ത്യയില്ല എന്ന ടാഗ് ലൈനൊക്കെ കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് പോയ ഇടതന്മാർ വരെയുണ്ട് കേരളത്തിൽ എന്നാണ് പരദൂഷണക്കാർ പറയുന്നത്. ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾ ഇടതുപക്ഷം ഭരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നായിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ പോട്ടെ എന്ന് വെക്കാമായിരുന്നു. പോട്ടെ, 1ാം UPA സർക്കാരിന് ഇടതുപക്ഷം പിന്തുണ നൽകിയിരുന്ന ഒരു കാലത്താണ് ഈ ടാഗ് ലൈനെങ്കിൽ പോലും സമ്മതിച്ചു കൊടുക്കാമായിരുന്നു. ഇത് പക്ഷേ എന്തടിസ്ഥാനത്തിലാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നൊക്കെ CPM തട്ടിവിട്ടത് എന്ന് മനസ്സിലാകുന്നില്ല. 543 പാർലമെന്റ് സീറ്റിൽ എത്രയിടത്ത് ഇടതുപക്ഷം മത്സരിക്കുന്നുണ്ട്? എത്രയിടത്ത് ജയിക്കും? എത്രയിടത്ത് ഒറ്റയ്ക്ക് ജയിക്കും? കേരളത്തിൽ മത്സരിക്കുന്നത് 20 സീറ്റ്, കിട്ടിയത് 1. ബംഗാളിൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് മത്സരിച്ചത് 15 സീറ്റ്, കിട്ടിയത് 0. തമിഴ്നാട്ടിൽ DMK മുന്നണിയോട് ചേർന്നപ്പോൾ 2 സീറ്റ് കിട്ടി. രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ കൂടെ ജയിച്ചത് 1. ആകെ മത്സരിച്ചത് 52, കിട്ടിയത് 4. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ അവസ്ഥയാണിത്. തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞിരുന്നത് പിണറായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നായിരുന്നു. ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോൾമയർ കൊള്ളുന്നതിന് മുമ്പ് പാർട്ടിയുടെ ഇന്നത്തെ സ്ഥിതി അവസ്ഥ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന ഇടതുപക്ഷത്തിന്റെ ടാഗ് ലൈൻ ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കേരളത്തിലിരുന്ന് കൊച്ചു വർത്തമാനം പറയുന്ന നിങ്ങൾക്കൊക്കെ പിടിച്ചാലും ഇല്ലെങ്കിലും ഒരാൾക്ക് ഇതങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ, ഇനി ഇവരെങ്ങാനും തോറ്റ് ഇന്ത്യ എങ്ങാനും ഇല്ലാതായാലോ എന്ന് കരുതിയാണോ എന്നറിയില്ല, രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ സീറ്റ് ഇടതുപക്ഷത്തിന് നൽകി ഇവരെ വിജയിപ്പിച്ചു രാഹുൽ ഗാന്ധി. കാരണം ഇടതില്ലെങ്കിൽ പിന്നെ ഇന്ത്യ ഇല്ലല്ലോ. ഇന്ത്യ ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ ഭവിഷ്യത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് അദ്ദേഹമായിരിക്കുമല്ലോ. വെയിലും മഴയും ഒരുപാട് കൊണ്ട് രാജ്യം മുഴുവൻ ഓടി നടന്നതല്ലേ രാഹുൽ ഗാന്ധി. ഇനി ഇവരെങ്ങാനും തോറ്റുപോയത് കൊണ്ട് ഇന്ത്യ ഇല്ലാതായാൽ പിന്നെ തീർന്നില്ലേ എല്ലാം. ആലോചിക്കണം, ഏത് സീറ്റാണ് ഈ സേട്ടന്മാർക്ക് രാഹുൽ ഗാന്ധി നൽകിയത് എന്നറിയാമോ? 5 ലക്ഷത്തോളം വോട്ട് കോൺഗ്രസിന് ലഭിക്കുന്ന, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഒറ്റയ്ക്ക് മത്സരിച്ച് വെറും 31,000 വോട്ട് മാത്രം നേടിയ ഒരു സീറ്റ്. ഇടതുപക്ഷത്തിന് ഒരിക്കലും ജയിക്കാമെന്ന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത രാജസ്ഥാനിൽ ആ സീറ്റ് ഇടതുപക്ഷത്തിന് നൽകി ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചു കോൺഗ്രസ്. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന ടാഗ് ലൈനൊക്കെ മാറ്റിവെച്ചാൽ ഒരു കാര്യം ശരിയായി. രാജസ്ഥാനിലെ ആ ഒരു സീറ്റിൽ ഇടതുപക്ഷം ജയിച്ചതുകൊണ്ട്, കോൺഗ്രസിന്റെ കാരുണ്യത്തിൽ ഇടതുപക്ഷം ജയിച്ചതുകൊണ്ട് ഇപ്പോൾ ഇടതുമുണ്ട്, ഇന്ത്യയുമുണ്ട്. ഇടതുപക്ഷത്തിനൊരു ചിഹ്നവുമുണ്ട്, ദേശീയ പാർട്ടി പദവിയുമുണ്ട്. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന ഇടതുപക്ഷക്കാരൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇടതുമില്ല ഇന്ത്യയുമില്ല എന്ന് പറഞ്ഞു നടക്കേണ്ട അവസ്ഥയായി.